നമസ്കാരം. അഗോര വിഷൻ ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് അഗോര വിഷൻ ചാനലിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങൾക്കെല്ലാവർക്കും, അതായത് സാമ്പത്തികമായിട്ട് വളരെയധികം ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആൾക്കാർ എന്നെ വിളിക്കാറുണ്ട്. ഞാൻ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുന്ന ആൾക്കാർ വിളിക്കുമ്പോൾ ഓരോ ആൾക്കാർക്കും ഓരോ കാര്യം പറഞ്ഞു കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത്ര പോസിബിൾ ആയ ഒരു കാര്യമല്ല. കാരണം എനിക്ക് സാമ്പത്തികമായിട്ട് വരുന്ന ബുദ്ധിമുട്ടാവില്ല മറ്റൊരാൾക്ക് വരുന്ന ബുദ്ധിമുട്ട്. കാരണം എൻ്റെ സാമ്പത്തിക തടസ്സം എന്തുകൊണ്ടാണോ വരുന്നത് എന്നുള്ളത് അതിന് വേറൊരു കാരണമായിരിക്കും. മറ്റൊരാൾക്ക് വരുന്ന സാമ്പത്തിക തടസ്സം വേറെ എന്തെങ്കിലും കാരണം കൊണ്ടായിരിക്കും. അപ്പോൾ ഒരേ പോംവഴി എല്ലാവർക്കും ഫലപ്രദമാവില്ല, പോസിബിളായിട്ട് കിട്ടില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ അതിനെക്കുറിച്ചിട്ടൊരു വീഡിയോ ചെയ്യാം എന്ന് ഉദ്ദേശിച്ചാണ് എത്രയും പെട്ടെന്ന് വിഷുവിൻ്റെ മുന്നേയിട്ട് തന്നെ ഒരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ഇപ്പോൾ ചെയ്യാൻ കാരണം. അപ്പോൾ ഇത് നമ്മളെ ഒരു പ്രത്യേക വിഭാഗം ആൾക്കാർക്ക് ചെയ്യാൻ മാത്രമല്ല ചെയ്യാൻ പറ്റുക, ഇത് നാനാജാതി മതസ്ഥർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഞാനിവിടെ പറയുന്നത്. കാരണം എല്ലാ വിഭാഗത്തിലുള്ള ആൾക്കാരും എന്നെ വിളിക്കാറുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ പ്രശ്നങ്ങളിൽ ഒരു വിളിക്കുന്ന 100 ആൾക്കാരിൽ ഏറ്റവും കൂടുതൽ 85% ആൾക്കാരും പറയുന്നത് ഈ സാമ്പത്തികമായ തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളാണ്. അല്ലാതെ ഒരു വീട് പണി നടക്കുന്നില്ല, അല്ലെങ്കിൽ വീട് പണി ചെയ്യാൻ പൈസ ഇല്ല, പകുതി മുടങ്ങി കിടക്കും, ജോലി ശരിയാവുന്നില്ല, ജോലിക്ക് പോയിട്ട് അവിടെ ശരിയാവുന്നില്ല, ശമ്പളം കിട്ടുന്നില്ല, ഇങ്ങനെ നാനാവിധ പ്രശ്നങ്ങളാണ് ഒരാഴ്ചയും പറയുന്നത്. അപ്പൊ നമുക്ക് ഇത് ചെയ്യാൻ, അപ്പൊ ഞാൻ പറഞ്ഞു വെച്ചത് ഒരു പ്രത്യേക വിഭാഗം ആൾക്കാർക്ക് വേണ്ടി പറയുമ്പോൾ അതിന്റെ ചിട്ടവട്ടങ്ങളൊക്കെ ബുദ്ധിമുട്ട് എല്ലാവർക്കും ചെയ്യാൻ കഴിഞ്ഞോളുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു പരിഹാരം നാനാജാതി മതസ്ഥർക്കും ചെയ്യാൻ കഴിയുന്ന ഒന്നാണ്. മാത്രമല്ല ഇത് വളരെ ലളിതമായിട്ട് ചെയ്യാം. അതുമാത്രമല്ല ഇതിന് മന്ത്രമോ തന്ത്രമോ പൂജയോ ഹോമമോ ഒന്നും വേണ്ട. ആർക്കും വളരെ ലളിതമായിട്ട് 4 വസ്തുക്കൾ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം മാത്രമാണ്. എന്നാൽ ഇത് ചെയ്തിട്ട് ഫലം വളരെ വലുതാണ്. ഇത് ചെയ്തു കഴിഞ്ഞാലുള്ള ഫലം. കാരണം എന്നാൽ ഞാൻ ആദ്യം തന്നെ പറയാം, എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ ഇത് 100 ആൾക്കാർ ചെയ്തു നോക്കിക്കഴിഞ്ഞാൽ 70 ആൾക്കാർക്ക് ഫലം കിട്ടും. കാരണം 30 ആൾക്കാർക്ക് കിട്ടണമെന്നില്ല. അപ്പൊ നമ്മൾ എല്ലാവരിലും ഒരേപോലെ ഫലിക്കണമെന്നില്ല. പിന്നെ ഇതിൽ പറയാനുള്ള ചില കമന്റുകളിൽ ചില 1-2 കമന്റ് എനിക്ക് വന്നിരുന്നു. ഞാൻ ഓപ്പണായി പറയുകയാണ്, കമന്റ് ഇട്ടോട്ടെ, നമുക്ക് അവരുടെ ഇഷ്ടമാണ് കമന്റ് ഇടണമൊക്കെ, അതിന് നമ്മൾ ആർക്കും എതിരല്ല. നമുക്ക് എല്ലാവരും ഒരേപോലെയാണ്, നമ്മുടെ കുടുംബങ്ങളെ പോലെയാണ് നിങ്ങളെല്ലാവരും. ഈ വീഡിയോ കാണുന്ന എല്ലാവരും എനിക്ക് എൻ്റെ കുടുംബങ്ങളെ പോലെയാണ്. അപ്പോൾ ഞാനത് പറയാൻ കാരണം എന്ന് വെച്ചാൽ വീഡിയോ വല്ലാതെ വലിച്ചു നീട്ടുന്നു എന്ന് പറഞ്ഞിട്ടുള്ള കമന്റാണ്, വേറെ ഒന്നുമല്ല. വീഡിയോ വലിച്ചു നീട്ടിക്കൊണ്ടുപോകരുത്, കുറച്ച് കുറയ്ക്കാൻ വേണ്ടി പറഞ്ഞിട്ടാണ്. അപ്പൊ ഞാൻ ഈ ചില വീഡിയോ പരമാവധി ഞാൻ ശ്രമിക്കുന്നുണ്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. വളരെ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞു പോകുമ്പോൾ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ ചില ആൾക്കാർക്ക് അത് മനസ്സിലാക്കാൻ പറ്റില്ല. ചില ആൾക്കാർക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യും, ചിലർക്ക് അത് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. പിന്നെ അവര് വിളിച്ചിട്ട് നമ്മളോട് ചോദിക്കും, ഓരോ സമയത്തും വിളിച്ചു ചോദിക്കുമ്പോൾ അപ്പോൾ പറഞ്ഞു കൊടുക്കേണ്ടി വരും. അപ്പൊ ആയിരിക്കും നല്ലത് വ്യക്തമായിട്ട് ആൾക്കാർക്ക് മനസ്സിലാവുന്ന തരത്തിലാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് ചില കാര്യങ്ങൾ പറഞ്ഞു പോകുമ്പോൾ കൂടി പോണത്. അല്ലാതെ മനഃപൂർവ്വം വീഡിയോ കിട്ടാനല്ല കേട്ടോ, നിങ്ങൾ മനസ്സിലാക്കുക. അതിനോടൊപ്പം തന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ചാനലിനെ ഒരു മുൻനിരയിലേക്ക് കൊണ്ടുവരണം. അത് നിങ്ങളുടെ കയ്യിലാണ് ഇരിക്കുന്നത് എല്ലാ കാര്യങ്ങളും. അപ്പോൾ അതുപോലെ നിങ്ങളുടെ ലൈക്കും കമൻറ്റൊക്കെ ഒന്ന് അടിക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ നിങ്ങൾ അതൊക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് നിങ്ങളിലേക്ക് നല്ല നല്ല വീഡിയോകൾ എത്തിക്കാൻ കഴിയുള്ളൂ. അതായത് നമുക്കുള്ള അറിവുകൾ നിങ്ങളിലേക്ക് പകർന്നു നൽകാൻ ഈ വീഡിയോയിലൂടെ കഴിയുള്ളൂ. അത് നിങ്ങളുടെ പ്രോത്സാഹനമാണ് നമ്മളെ ആ ഒരു ലെവലിലേക്ക് എത്തിച്ചുകൊണ്ടിരുന്നത്. നിങ്ങൾക്ക് അങ്ങനെ പറഞ്ഞു തരാം, നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ ഒരു ഉപകാരം വേണ്ടേ. നമ്മൾ ഒരുപാട് വീഡിയോകൾ കാണുന്നുണ്ട്, ചിലവർ വെറുതെ ഒരു വീഡിയോ ഉണ്ടാക്കുന്നുണ്ടാവാം, ഇതെല്ലാം പറഞ്ഞു. പക്ഷെ നമുക്കൊരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ പ്രേക്ഷകർ, നമ്മളെ വീഡിയോ കാണുന്ന ആൾക്കാർ, അവർക്ക് അതൊരു ഉപകാരപ്രദമാവണം. ഒന്നല്ലെങ്കിൽ ഒരു തരത്തിൽ അവർക്ക് ഉപകാരപ്രദമാവണം എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ എന്തായാലും ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന മാതിരി ഈ ഒരു ക്രിയ ചെയ്തു നോക്കിയിട്ട് നിങ്ങൾക്കത് പോസിബിൾ ആയിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്തായാലും ഒരു അസ്ട്രോളജറെ കാണിക്കുക കേട്ടാ. നിങ്ങൾ
നിങ്ങളുടെ നാട്ടിൽ നിങ്ങൾക്ക് വിശ്വാസമുള്ള ഒരു അസ്ട്രോളജറെ പോയി കാണിക്കുക. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്, എനിക്ക് ഒന്നും ശരിയാവുന്നില്ല എന്ന് പറയാം. എന്നാൽ ഒരു 65-70% ആൾക്കാർക്ക് ഇത് പോസിബിൾ ആവും, ഫലിക്കും. അങ്ങനെ ഫലിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? 41 ദിവസത്തിന്റെ ഉള്ളിൽ ഇത് ഫലിച്ചിരിക്കും. അങ്ങനെ ഫലിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ ഫോൺ ചെയ്യേ, അല്ലെങ്കിൽ കമന്റ് ബോക്സിൽ വരികയെ, ഫലിച്ചെങ്കിൽ ഫലിച്ചു, ഇല്ലെങ്കിൽ ഇല്ല എന്നൊരു മറുപടി പറയണം എന്നോട്. കാരണം എനിക്ക് ഇത് പറഞ്ഞു കൊടുത്തിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ട് നിങ്ങൾക്കത് ഉപകാരപ്പെട്ടോന്ന് കൂടി എനിക്ക് അറിയുമ്പോൾ ഒരു ആഗ്രഹമാണ്, സന്തോഷമാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ എന്തായാലും കമന്റിലോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ എനിക്ക് എന്നെ അറിയിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ നിങ്ങളെ അറിയിക്കുന്ന വിശ്വാസത്തോട് കൂടിയിട്ട് ഞാൻ എൻ്റെ ഈ ഒരു അറിവ് നിങ്ങളിലേക്ക് പറഞ്ഞു തരികയാണ്. അപ്പോൾ നമ്മൾ ആ ഒരു ക്രിയ എന്താണെന്ന് നോക്കാം. അപ്പോൾ ആ ക്രിയയിലേക്ക് പോകുന്നതിന് മുമ്പ് എനിക്ക് 1-2 കാര്യങ്ങൾ പറയാനുണ്ട്. ഈ ക്രിയ ഞാൻ പറഞ്ഞു, എല്ലാ മതവിഭാഗങ്ങൾക്കും ചെയ്യാം, ഒരു തടസ്സവും ഇല്ല, ആർക്കും ചെയ്യാം. അതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടും ആർക്കുമില്ല, ഒരു സൈഡ് എഫക്റ്റോ അങ്ങനെ ഒന്നും തന്നെ ഇല്ല. വളരെ സിമ്പിളായിട്ട്, വളരെ ലളിതമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്രിയയാണ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ഞാൻ ഗ്രന്ഥങ്ങളിൽ തപ്പി നോക്കി, താളിയോല ഗ്രന്ഥങ്ങളിൽ തപ്പി നോക്കിയിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. വെറുതെ സാധനമല്ല, കാരണം താളിയോല ഗ്രന്ഥം തപ്പിയിട്ടാണ് ഞാൻ ഇത് എടുക്കുന്നത്. അപ്പൊ അതത്ര പണ്ടത്തെ എഴുത്താണ് താളിയോലയിലുള്ളത്. അത് നമുക്ക് വായിച്ചെടുക്കാൻ ഇന്നത്തെ ആൾക്കാർക്ക് സാധ്യമല്ല, പഴയ ലിപി മലയാളമാണ്. അപ്പൊ അതൊക്കെ ഞാൻ തപ്പിയെടുത്ത് പിടിച്ചിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഈ ഒരു ക്രിയ, തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്കത് കൃത്യമായിട്ട് ഉപകാരം ആവണം. കാരണം പറയുന്ന ആൾക്കാരിൽ സാമ്പത്തിക ബുദ്ധിമുട്ടാണ് പറഞ്ഞത്. അപ്പൊ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ക്രിയയാണ്. കാരണം ഞാനൊരു ക്രിയ പറഞ്ഞു, എല്ലാത്തിനും മന്ത്രവും തന്ത്രവും പൂജയും ഹോമൊക്കെ അധികം വേണ്ടി വരും. ഇതിനതൊന്നും വേണ്ട. അപ്പോൾ വളരെ ലളിതമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്രിയയാണ്. പക്ഷെ ഇവിടെ എന്താണെന്ന് പറയാൻ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ, സ്ത്രീകൾ മെൻസസ് പീരിയഡിൽ ഇത് ചെയ്യരുത്. മെൻസസിന് ശേഷം 7 ദിവസം കഴിഞ്ഞിട്ട് ഈ ക്രിയ ചെയ്യാവൂ. ഒന്ന് ശ്രദ്ധിക്കുക. ഏത് ജാതി മതസ്ഥർക്കൊക്കെ ചെയ്യാം, പക്ഷെ ഈ ഒരു കാര്യം ശ്രദ്ധിക്കണം എല്ലാവരും. അതേപോലെ തന്നെ ഇത് ചെയ്തു വെക്കുന്ന സ്ഥലം നല്ല ശുദ്ധിയുള്ള സ്ഥലമായിരിക്കണം. ശുദ്ധിയുള്ള സ്ഥലത്ത് മാത്രമേ ഇത് കൊണ്ടുവയ്ക്കാൻ പാടുള്ളൂ. മറ്റേ ഒരു വിഭാഗം പൂജാ റൂമൊക്കെ ഉള്ളവർക്ക് പൂജാ റൂമിൽ വെക്കാം ഈ ഒരു കാര്യം ചെയ്തിട്ട്. മറ്റുള്ള ആൾക്കാർക്കൊക്കെ നല്ല ശുദ്ധിയുള്ള സ്ഥലത്ത് കൊണ്ടുവയ്ക്കാം, അതിനൊന്നും തടസ്സമില്ല. പക്ഷെ ഈ മെൻസസ് പീരിയഡ് ശ്രദ്ധിക്കുക. അതുപോലെ സ്ത്രീ പുരുഷ ശാരീരിക ബന്ധത്തിന് ശേഷം ഇത് തൊടാൻ പാടില്ല. കാരണം അതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇതിന് ഫലപ്രാപ്തി ഉണ്ടാവില്ല, അത് നെഗറ്റീവായി പോകും, നമുക്ക് ഒരു ഗുണം ഉണ്ടാവില്ല, പോസിറ്റീവ് ഉണ്ടാവില്ല. അപ്പൊ അതൊക്കെ ശ്രദ്ധിക്കുക. എങ്ങനെ പോയാലും ഈ സാധനം തൊടുമ്പോൾ കുളിച്ച് വൃത്തിയായിട്ട് തൊടാൻ പാടുള്ളൂ, അല്ലെങ്കിൽ തൊടരുത് കേട്ടാ. പ്രത്യേകം ചെയ്യുമ്പോൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് കൊണ്ടുപോയിട്ട് ചെയ്യണം. അത് ആർക്കും ചെയ്യാം, ഏത് കുട്ടികൾക്കും ചെയ്യാം, സ്ത്രീ പുരുഷന്മാർക്കൊക്കെ പ്രായമിതമന്യേ ആർക്കും ചെയ്യാവുന്ന ഒരു ക്രിയയും കൂടിയാണ് ഇപ്പൊ പറയാൻ പോകുന്നത്. അപ്പോൾ ഇതുകൊണ്ട് എന്താ ഗുണം എന്ന് വെച്ചാൽ, നമുക്ക് അതായത് ഇതിന് ചെലവൊന്നും ഇല്ലാത്തൊരു ക്രിയയാണ്. അപ്പോൾ അത് തപ്പിയെടുക്കാൻ കുറച്ച് പാടുപെട്ടു, എന്നാൽ തപ്പിയെടുത്താലോ ഗുണം ഉണ്ടാവുകയും ചെയ്യും. ആ ഗുണം നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ തപ്പിയെടുത്തിട്ട് ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടാ. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, വെറും 4 സാധനങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. വെറും 4 സാധനങ്ങൾ. 4 സാധനത്തിനും ചെറിയ പൈസ കൊണ്ട് വാങ്ങിക്കാൻ പറ്റുന്ന സാധനങ്ങളാണ്. ഒന്നും പ്രത്യേകിച്ച് ചിലരൊന്നും പൈസ ഒക്കെ വേണ്ടി വരില്ല. ചിലവരെ വീട്ടിലൊക്കെ ഉണ്ടാവും ഒരു സാധനം, ചിലവരെ വീട്ടിലുണ്ടാവും. മിക്കവാറും വീടുകളിലുള്ള സാധനം തന്നെയാണ് ഇതൊക്കെ തന്നെ. അപ്പൊ നമ്മൾ ചെയ്യേണ്ട കാര്യം ഞാൻ പറയാൻ പോവുകയാണ്. അപ്പോ നമ്മൾ ആ ക്രിയയിലേക്ക് കടക്കുകയാണ്. ആദ്യം നിങ്ങൾ വാങ്ങിക്കേണ്ടത് ഒരു ചുവന്ന പട്ടാണ്. ഇതേപോലത്തെ ഒരു ചുവന്ന പട്ട്, ഇങ്ങനെയുള്ള ഒരു ചുവന്ന പട്ടാണ് മേടിക്കേണ്ടത്. ഇത് ഇത്ര അധികം ഒന്നും വേണ്ട, ഇത് 2.5 മീറ്ററാണ്. നിങ്ങൾ മേടിക്കേണ്ട ആകെ 1/2 മീറ്ററാണ്. അപ്പൊ ചെറിയ പൈസ വരുള്ളതിന് 1/2 മീറ്റർ ചുവന്ന പട്ട്, അത് 1/2 മീറ്റർ ചുവന്ന പട്ട്. പിന്നെ വേണ്ടത് എന്താ വെച്ചാൽ 5 വെറ്റില ഏറ്റവും ഐശ്വര്യമുള്ള ഒരു മംഗള വസ്തുവും കൂടിയാണ് വെറ്റില. അപ്പൊ 5 വെറ്റില. ആ 5 വെറ്റില നല്ല ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളുണ്ട്. നമ്മൾ വെറുതെ വെറ്റില പൊട്ടിച്ചു കൊടുന്ന് ഇട്ട് ഉപയോഗിക്കരുത്, അതൊക്കെ ദോഷാവും. കൊടുന്ന വെറ്റില നല്ല
ഓട്ട ഉണ്ടാവാൻ പാടില്ല. പുഴു, കുത്ത്, കേട്, ഓട്ട, പൊട്ടല്, ചീച്ചല് ഇതൊന്നും ഇല്ലാത്ത വൃത്തിയുള്ള 5 വെറ്റിലെടുക്കുക. 5 വെറ്റില. അത് മനസ്സിലായല്ലോ. 1/2 മീറ്റർ ചുവന്ന പട്ട്, 5 വെറ്റില. പിന്നെ വേണ്ടത് ₹1 5 കോയിന്. 5 കോയിൻ, അതായത് ₹1 5 കോയിന്. അപ്പൊ അത് മനസ്സിലായി. പിന്നെ വേണ്ടത് 5 കൂവളത്തിന്റെ ഇല. വില്ലുപത്രം, കൂവളയില. 5 കൂവളത്തിന്റെ ഇല. കൂവളത്തിന്റെ ഇല പൊട്ടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാല്, കൂവളത്തിന്റെ ഇല ഒരു ശിവലിംഗം പോലെയാണ്. അതായത് ഇങ്ങനെ ഒരു നീളത്തിൽ വന്നിട്ട് കണ്ണൊക്കെ വന്ന മാതിരിയാണ്. അതൊരു ഇല നീളത്തിലും പിന്നെ 2 ഇല 2 വശത്തേക്കും ചെരിഞ്ഞിട്ടായിരിക്കും ഉണ്ടാവുക. 2 സൈഡിലേക്കും വന്നിട്ടായിരിക്കും ഉണ്ടാവുക കൂവളത്തിന്റെ ഇല. അപ്പൊ ഈ ഒരു ഇല ഇങ്ങനെ നീളത്തിലും ഈ 2 സൈഡിലേക്കും പോയ കൂവളത്തിന്റെ 5 ഇല, 5 കൂവളത്തിന്റെ ഇല വേണം. പിന്നെ വേണ്ടത് ഒരു 50 ഗ്രാം പച്ചക്കർപ്പൂരമാണ്. 50 ഗ്രാം പച്ചക്കർപ്പൂരം. പ്രത്യേകം ശ്രദ്ധിക്കണം, സാധാരണ കർപ്പൂരമല്ല, ആയുർവേദശാലയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും പച്ചക്കർപ്പൂരം. അപ്പൊ എന്തൊക്കെയായി? പട്ടായി, വെറ്റിലയായി, നാണയമായി, പച്ചക്കർപ്പൂരമായി, കൂവളത്തിന്റെ ഇലയായി. 5 സാധനം. അപ്പൊ അതിലാകെ മേടിക്കാനുള്ളത് പിന്നെ പുറത്തുനിന്ന് വാങ്ങിക്കാണ്ടാവുക ഈ ചുവന്ന പട്ടിന്റെ 1/2 മീറ്ററും അതുപോലെ ഈ പച്ചക്കർപ്പൂരം മാത്രമേ പുറത്തുനിന്ന് വാങ്ങിക്കേണ്ടി വരുള്ളൂ മിക്കവാറും ആൾക്കാർക്ക്. ബാക്കി പിന്നെ വെറ്റില, ബാക്കിയെല്ലാം വീട്ടിൽ നിന്ന് കിട്ടുന്നതാണ്. കൂവളത്തില വാങ്ങിക്കേണ്ട ആവശ്യമില്ല. ചില സ്ഥലങ്ങളിലൊക്കെ കൂവളത്തിന്റെ ഇല ഉണ്ടാവും. അപ്പൊ നല്ല വൃത്തിയുള്ള 5 കൂവളത്തിന്റെ ഇല എടുക്കണം. അതായത് ഒരേപോലെ ഇങ്ങനെ നീളത്തിൽ വന്നിട്ട് പിന്നെ അതിന്റെ 2 വശത്തേക്ക് 2 ഇല ചിരിഞ്ഞിട്ട് ഒരു T ഷേപ്പിലായിരിക്കും ഉണ്ടാവുക കൂവളത്തില. അത് ഇലയൊന്നും പൊട്ടിപ്പോകാൻ പാടില്ല. അങ്ങനത്തെ 5 വൃത്തിയുള്ള കൂവളത്തിന്റെ ഇലയും അതുപോലെ 5 വൃത്തിയുള്ള വെറ്റിലയും പിന്നെ 50 ഗ്രാം പച്ചക്കർപ്പൂരും 5 ₹1 കോയിന് അതേപോലെ 1/2 മീറ്റർ ചുവന്ന പട്ടും. ഇത് എന്താ ചെയ്യേണ്ടത് വെച്ചാല്, നമ്മൾ വൃത്തിയായിട്ട് ഒരു ദിവസം രാവിലെ കുളിച്ചു വന്ന്, പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ദിവസം രാവിലെ കുളിച്ചു വന്ന് ചെയ്യേണ്ട കാര്യമാണ്. കുളി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം? തലേ ദിവസം നിങ്ങൾ വെറ്റില, കൂവളത്തിന്റെ ഇല ഇതൊക്കെ എല്ലാം സെറ്റാക്കി വെക്കുക. എല്ലാ സാധനവും കൊടുന്ന് വെക്കുക. എന്നിട്ട് നമ്മൾ രാവിലെ കുളിച്ചു വന്നിട്ട് നേരെ വൃത്തിയുള്ള സ്ഥലത്ത് നിന്നിട്ട് ഈ പട്ടില് 1/2 മീറ്റർ പട്ട് ഇങ്ങനെ തുറന്നു വെക്കുക. ആ പട്ടിൽ തുറന്നു വെച്ചിട്ട് അതിന്റെ മീതെ 5 വെറ്റില അല്ലെ 1 വെറ്റില എടുത്തിട്ട് മലത്തി വെക്കുക. അതിന്റെ മേലെ ഒരു കോയിൻ വെക്കുക. എന്നിട്ട് അതിന്റെ മേലെ ഒരു കൂവളത്തിന്റെ ഇല വെക്കുക. അപ്പൊ എന്തായി? ഒരു ലേശം കർപ്പൂരം അതിന്റെ മുകളിലിടുക. പിന്നെ വീണ്ടും അതേപടി ചെയ്യുക. അടുത്ത വെറ്റില എടുത്ത് അതിന്റെ മുകളിൽ വെക്കുക. ഒരു കോയിന് വെക്കുക, ഒരു കൂവളത്തിന്റെ ഇല വെക്കുക, കുറച്ച് കർപ്പൂരം ഇടുക. അങ്ങനെ 5 പിന്നെയും ഇതേപോലെ വെറ്റില വെക്കുക, കോയിൻ വെക്കുക, കൂവളത്തിന്റെ ഇല വെക്കുക, ലേശം കർപ്പൂരം ഇടുക. അപ്പൊ 3 സ്റ്റെപ്പായി. അടുത്ത 4ാമത്തെ സ്റ്റെപ്പാണ് വീണ്ടും വെറ്റില വെക്കുക, കോയിൻ വെക്കുക, അതിന്റെ മുകളിൽ കൂവളത്തിന്റെ ഇല വെക്കുക, കുറച്ച് കർപ്പൂരം അതിന്റെ മുകളിൽ ഇടുക. വീണ്ടും അവസാന സ്റ്റെപ്പാണിത്. വീണ്ടും വെറ്റില വെക്കുക, വീണ്ടും കോയിൻ വെക്കുക, വീണ്ടും കൂവളത്തിന്റെ ഇല വെക്കുക, ബാക്കിയുള്ള കർപ്പൂരം മുഴുവനും അതിലിടുക. എന്നിട്ട് ഈ പട്ട് 4 മൂലയും കൂട്ടിക്കെട്ടുക. ചെറിയ പട്ടാണ്, ചെറുത് മതിട്ട, വലിയ പട്ട് വേണ്ട. കെട്ടാവ് ചെറിയൊരു കിഴി പോലെ ആക്കി വെക്കുക. 4 മൂലയും ഇങ്ങനെ കെട്ടുക. 2 മൂല ഒരുമിച്ച് കെട്ടുക, 2 മൂല തിരിച്ചു കെട്ടുക. കെട്ടിയതിന് ശേഷം ഈ സാധനം നേരത്തെ പറഞ്ഞ മാതിരി ശുദ്ധിയുള്ള സ്ഥലത്ത് കൊണ്ടുപോയി വെക്കുക. ശുദ്ധിയുള്ള സ്ഥലത്ത് കൊണ്ടുപോയി വെക്കുക. പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, സ്ത്രീകൾ മെൻസസ് പീരീഡിൽ ചെയ്യാൻ പാടില്ല. പുരുഷന്മാര് കുറച്ച് മദ്യമൊക്കെ അടിക്കുന്നവരാണെന്ന് വെച്ചാൽ ആ സമയത്തൊന്നും ചെയ്യരുത്. രാവിലെ ചെയ്യാവൂ. വെള്ളിയാഴ്ച ചെയ്യാൻ ശ്രമിക്കുക. വെള്ളിയാഴ്ച ഇതിന് പവർഫുൾ കൂടുതലാണ് എന്നുള്ളത് കൊണ്ടാണ് വെള്ളിയാഴ്ച. ബാക്കി എല്ലാ ദിവസവും ചെയ്യുക, പക്ഷെ വെള്ളിയാഴ്ച ചെയ്യാൻ ശ്രമിക്കുക. അതിന് ഫലപ്രാപ്തി കിട്ടാൻ വേണ്ടിയിട്ടാണ് കൂടുതലായിട്ട്. ഇത്തരം കാര്യം ചെയ്തത് കെട്ടിവെച്ചതിന് ശേഷം ശുദ്ധിയുള്ള സ്ഥലത്ത് കൊണ്ടുവയ്ക്കുക. അങ്ങനെ കൊണ്ടുവച്ച് കഴിഞ്ഞിട്ട് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധിച്ചു നോക്കുക. നിങ്ങളുടെ കാര്യതടസ്സങ്ങൾ നീങ്ങുന്നുണ്ടോ നോക്കുക. നിങ്ങൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടിൽ മാറ്റം വരുന്നുണ്ടോ നോക്കുക. അതേപോലെ നിങ്ങൾ നടക്കാതെ കിടക്കുന്ന ആഗ്രഹങ്ങൾ നടക്കുന്നുണ്ടോ നോക്കുക. വിവാഹം മുടങ്ങിക്കിടക്കുന്നുണ്ടെങ്കിൽ നടക്കുന്നുണ്ടോ നോക്കുക. അതേപോലെ വീട് പണി മുടങ്ങിക്കിടക്കുന്നുണ്ടെങ്കിൽ അത് നടക്കുന്നുണ്ടോ നോക്കുക. അങ്ങനെ ഓരോ കാര്യത്തിലും സമസ്ത കാര്യങ്ങളിലും നിങ്ങൾക്ക് മാറ്റം വരുന്നുണ്ടോ നോക്കുക. ഒരു ദിവസം കൊണ്ടല്ല കേട്ടോ, 41 ദിവസത്തിന്റെ ഉള്ളിൽ മാറ്റം ഉണ്ടാവും. അങ്ങനെ ഉണ്ടായാൽ നിങ്ങൾ എന്നെ ഒന്ന് കമന്റിലോ ഫോൺ വിളിച്ചിട്ടോ അറിയിക്കുക. നിങ്ങൾക്ക് എങ്ങനെയുണ്ട് ഇപ്പോഴത്തെ അവസ്ഥ, മാറ്റം ഉണ്ടോ എന്നുള്ളത്.
അത് ഞാൻ പറഞ്ഞു, എല്ലാവരിലും ഒരേപോലെ ഫലിക്കണമെന്നില്ല. ഫലിക്കാത്തവർ നേരത്തെ ഞാൻ പറഞ്ഞ മാതിരി അസ്ട്രോളജറെ കാണിക്കണം. ഫലിച്ചവർ എന്നെ ഒന്ന് വിളിക്കുക, ഫലിക്കാത്തവർക്കും വിളിക്കുക, ആർക്കും വിളിക്കുക. പിന്നെ ഫലിച്ചു കഴിഞ്ഞിട്ട് ഒരാൾക്ക് ഫലിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യണം, 41 ദിവസം കഴിഞ്ഞാൽ വീണ്ടും ഇതേമാതിരി തന്നെ ചെയ്യുക. വീണ്ടും പുതിയ പട്ട് മേടിച്ച് ഇതേ സ്റ്റെപ്പ് തന്നെ ചെയ്യുക. ഒക്കെ പുതിയത് മാറ്റുക. കോയിൻ മാത്രം ഉപയോഗിക്കുക, ബാക്കി എല്ലാം പുതിയത് എടുത്തിട്ട് ഇതേപോലെ ചെയ്തു വെക്കുക. അങ്ങനെ ഒരു 2 സ്റ്റെപ്പ് 3 സ്റ്റെപ്പ് വരുമ്പോഴത്തേനും അവരുടെ ജീവിതത്തിൽ മൊത്തം മാറ്റം വരും. നല്ലൊരു അഭിവൃദ്ധി, ഐശ്വര്യവും എല്ലാം സമ്പൽ സമൃദ്ധിയായി നടക്കാൻ തുടങ്ങും. ഫലിച്ചവർക്ക് തീർച്ചയായിട്ടും ഫലിക്കും. പിന്നെ അവർക്ക് സ്റ്റെപ്പായിട്ട് പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ടി വരാത്തൊരവസ്ഥ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ചെയ്യുക എല്ലാവരും. അപ്പോൾ ഇത് വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി പറഞ്ഞ് നീട്ടുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഇത് തീർച്ചയായിട്ടും ചെയ്തു നോക്കുക. അടുത്ത നല്ലൊരു അറിവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പൊ എന്തായാലും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതിനോടൊപ്പം നിങ്ങൾ ബെല്ലൈക്കനും കമന്റ് ഒക്കെ ഒന്ന് അടിക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം.